ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി. അപ്പോൾ ഇന്ന് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഇതിനായാലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റംസാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/3 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് മതിയാവും. പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് ഏകദേശം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇത് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഈ ഒരു പാനിലേക്ക് നേരത്തെ സേമിയ തയ്യാറാക്കി വെച്ച പാനാണ്. അപ്പോൾ സേമിയ അതിന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം പാൽ മതിയാവും. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ സേമിയത്തിൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാക്കണ നമ്മുടെ കസ്റ്റാർഡ് ഉണ്ട്, അത് തണുപ്പിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ സേമിയ ഉണ്ട്, അത് ഏകദേശം തണുപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കസ്കസ് 1 ടീസ്പൂണോളം കസ്കസ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൽമണ്ട് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് മാങ്ങയുണ്ട്, ചെറിയ കഷ്ണം ചെറുതാക്കി. പിന്നെ അടക്കാപ്പഴം, അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരി 2 തരണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴം, പഴം, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇത് ബത്തക്കയാണ്, മഞ്ഞ കളറുള്ള ബത്തക്കയാണ്. അതുപോലെ തന്നെ ഒരു 2-3-4 മുന്തിരിയും കൂടി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് ലെയറായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ലെയറായിട്ട് സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബൗളും കൂടി ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.